الحمد لله الحمد لله رب العالمين نحمده ونستعينه ونستغفره ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهده الله فلا مضل له ومن يضلل فلا هادي له وأشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم إنك حميد مجيد اللهم بارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد أما بعد فإن خير الكلام كلام الله وخير السنن سنن محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة أعوذ بالله من الشيطان الرجيم يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون إن أريد إلا الإصلاح ما استطعت وما توفيقي إلا بالله عليه توكلت وإليه أنيب رب اشرح لي صدري ويسر لي أمري واحلل عقدة من لساني يفقهوا قولي ബഹുമാന്യരായ സത്യവിശ്വാസികളെ വിശ്വാസികളെ ജീവിതത്തിന്റെ നിഖില മേഖലകളിൽ പ്രപഞ്ചനാഥനായ അല്ലാഹുവിന്റെ ആജ്ഞാനിർദ്ദേശങ്ങൾ സൂക്ഷിച്ച് പാലിച്ച് പരമാവധി ഭക്തരായി തീരാൻ പരിശ്രമിക്കണമെന്ന് ആമുഖമായി സ്വന്തത്തെ മറക്കാതെ ഓരോരുത്തരോടും ഓർമ്മപ്പെടുത്തുകയാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല അവന്റെ ഇഷ്ട അടിയാറുകളിൽ നമ്മെ ഏവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കട്ടെ. പ്രിയമുള്ളവരെ, പലപ്പോഴും നമ്മുടെ ജീവിതത്തിൽ ഏറ്റവും അവസാന സമയത്ത് നമുക്ക് കിട്ടില്ല എന്ന് വിചാരിച്ച കാര്യങ്ങൾ കിട്ടിയതായ അനുഭവങ്ങളും അത്തരം അനുഭവങ്ങൾ കണ്ടതായ പശ്ചാത്തലങ്ങളും ഒക്കെ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടായിട്ടുണ്ടാവും. 1-2 വർഷങ്ങൾക്ക് മുമ്പ് അല്ലെങ്കിൽ കുറച്ചു കാലങ്ങൾക്ക് മുമ്പ് തിരുവനന്തപുരത്ത് നിന്ന് നാട്ടിലേക്ക് ട്രെയിനിൽ വരുന്ന സമയത്ത് നമ്മുടെ ബോഗിയില് ഇരുന്ന് യാത്ര ചെയ്തിരുന്ന ഒരു സുഹൃത്ത്, അദ്ദേഹത്തിന് ഷൊർണൂർ ഇറങ്ങാനുള്ളതാണ്. അദ്ദേഹത്തിന്റെ കൂടെയുള്ള സുഹൃത്തുക്കൾ ഈ ബോഗിയിലെ തിരക്ക് കാരണം അപ്പുറത്തെ ബോഗിയിലാണ് ഉണ്ടായിരുന്നത്. അങ്ങനെ ഷൊർണൂർ വണ്ടി എത്തി. ഞങ്ങളൊക്കെ ഏകദേശം ഒരു മയക്കത്തിലാണ്, രാത്രി സമയമാണ്. അദ്ദേഹത്തിന്റെ സുഹൃത്തുക്കളൊക്കെ അപ്പുറത്ത് ബോഗിയിൽ നിന്ന് ഇറങ്ങി. ഇദ്ദേഹം അപ്പോഴും ഉറക്കത്തിലാണുള്ളത്. ഏകദേശം കുറച്ച് സമയം കഴിഞ്ഞപ്പോ അവര് അന്വേഷിച്ച് ഇതിന്റെ വിൻഡോയുടെ അടുത്തൂടെ അങ്ങനെ പോയി. ഈ ഇവരുടെ ശബ്ദത്തിന്റെ അലർച്ച കേട്ട് ഈ സുഹൃത്ത് എഴുന്നേറ്റു.
സ്വാഭാവികമായിട്ടും ലഗേജും കാര്യങ്ങളൊക്കെ എടുത്തു വന്നപ്പോഴേക്കും വണ്ടി ഇങ്ങനെ പതുക്കെ പോയിട്ടുണ്ട്, പോകാൻ തുടങ്ങിയിട്ടുണ്ട്. അപ്പൊ കുറച്ചിങ്ങനെ മുന്നോട്ട് പോയ സമയത്ത് ചെറിയ ഒരു 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 ഹമ്മിങ്ങിൽ ഇങ്ങനെ നിന്ന സമയത്ത് ഇദ്ദേഹം ലഗേജ് ഒക്കെ എടുത്ത് ചെരുപ്പും എല്ലാം എടുത്ത് പുറത്തേക്ക് ഇറങ്ങാൻ പറ്റും. ഇറങ്ങി കഴിഞ്ഞതിന് ശേഷം എല്ലാ യാത്രക്കാരോടും നല്ല രൂപത്തിലുള്ള വിഷയമൊക്കെ നൽകിയിട്ടാണ് അദ്ദേഹം പോകുന്നത്. ഞാനത് സൂചിപ്പിച്ച എന്തിനാന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇങ്ങനെ ഒരു സാഹചര്യം ചില സമയങ്ങളിലൊക്കെ നമുക്ക് ഈ ഭൗതിക ലോകത്ത് നിന്ന് ലഭിച്ചേക്കാം. നമുക്ക് അടുത്ത സ്റ്റോപ്പിലെ ഇനി അവസരമുള്ളൂ. അത് ജില്ലാടിസ്ഥാനത്തിൽ സ്റ്റോപ്പുകളൊക്കെ ഉള്ള വണ്ടിയാണെന്നുണ്ടെങ്കിൽ പിന്നെയും അവിടുന്ന് വേറെ ടിക്കറ്റ് ഇങ്ങോട്ട് വരണം, റിസ്ക് അതിനേക്കാൾ വലുതാണ്. ഇതൊക്കെ ഉണ്ടായിട്ടും അങ്ങനെ ഒരു ഓപ്ഷൻ അവിടെ വന്ന് ചേരുന്ന സാഹചര്യം ഉണ്ടാവുമ്പോൾ നമ്മളൊക്കെ സന്തോഷിക്കും. അദ്ദേഹം അതേപോലെ തന്നെ സന്തോഷിച്ചു. എന്നാൽ ജീവിതത്തിൽ എല്ലാ സമയത്തും നമ്മുടെ അറിഞ്ഞോ അറിയാതെയോ ഉള്ള വൈകിപ്പിക്കലുകളിലൂടെ നമ്മുടെ ആഗ്രഹങ്ങൾ പൂർത്തീകരിക്കാൻ പറ്റിക്കൊള്ളണം എന്നില്ല. വിശ്വാസികളെ സംബന്ധിച്ചിടത്തോളം ഒരിക്കലും വൈകിപ്പിക്കാൻ പാടില്ലാത്ത ചില കാര്യങ്ങളെ ഓർത്തെടുക്കേണ്ടതുണ്ട്. എന്നിട്ട് അവിടെ വൈകാതിരിക്കാൻ പ്രത്യേകം ജാഗ്രത നമ്മൾ കാണിക്കണം. ഖുർആൻ അത്തരത്തിൽ ചില വിലാപങ്ങൾക്ക് കാരണമായി തീരുന്ന വൈകിപ്പിക്കലുകളെ കുറിച്ച് ശ്രദ്ധേയമായി നമ്മൾ ഓർമ്മപ്പെടുത്തുന്നുണ്ട്. ഒന്ന്, സൂറ അൽ ഫജ്ർ, നമുക്കൊക്കെ മനഃപ്പാഠമായിട്ടുള്ള ഒരു അധ്യായം. ഈ സൂറ അൽ ഫജ്റിലെ 24-ാമത്തെ വചനം നോക്കൂ നിങ്ങൾ. അല്ലാഹു സുബ്ഹാനഹു വ തആല പറയാ, യഖൂലു യാ ലൈതനി ഖദ്ദംതു ലി ഹയാതി, എന്റെ ജീവിതം ഞാൻ മുൻകൂട്ടി അതിനു വേണ്ടി എന്തെങ്കിലുമൊക്കെ ചെയ്തു വെച്ചിരുന്നെങ്കിൽ എത്ര നന്നായേനെ, എത്ര നന്നായേനെ. ഇത് കുറെ സ്ഥലത്ത് ഖുർആൻ പ്രയോഗിക്കുന്നുണ്ട്. ഈ പ്രയോഗങ്ങളുടെ ഒക്കെ പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇത് ആ സമയം അത് ഉച്ചരിക്കുന്നതോടുകൂടി യാതൊരു അർത്ഥമില്ലാതായി മാറാണ്. സമയം വൈകിപ്പോയി. ഇവിടെ നമുക്ക് സമയം വൈകിയാലും ചിലപ്പോൾ എന്തെങ്കിലുമൊക്കെ ചാൻസ് ഉണ്ട്, അല്ലെങ്കിൽ ചെറിയ ചെറിയ നഷ്ടങ്ങൾ മാത്രമേ ഉള്ളൂ. പക്ഷെ പരലോകത്തെത്തിയിട്ട് ഈ ഐഹിക ജീവിതത്തിൽ എന്തെങ്കിലുമൊക്കെ ചെയ്താൽ മതിയായിരുന്നു എന്ന് പറയുന്ന ആളുകളെ സംബന്ധിച്ചിടത്തോളം ഞാനും കൂടെ അതിൽ പെട്ടാൽ, പ്രിയപ്പെട്ടവരെ, പിന്നൊരു ഓപ്ഷൻ അവിടെ ഇല്ല, പിന്നൊരു സാധ്യതയില്ല. അപ്പൊ ഏതാണ് ആ സമയം എന്ന് തൊട്ടു മുമ്പുള്ള ആയത്തിൽ പറയണം, നരകത്തെ മുന്നിൽ കൊണ്ടുവരപ്പെടുന്നതായ ദിവസമാണത്. നരകത്തെ മുന്നിൽ കൊണ്ടുവരപ്പെടുന്ന ദിവസം. ആ സമയത്ത് മനുഷ്യരെല്ലാം ബോധ്യപ്പെടുകയാണല്ലോ. ഏതാ നരകം എന്നറിയോ? റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ വിവരിച്ചു, അന്നത്തെ ദിവസം നരകത്തിനെ കൊണ്ടുവരപ്പെടും. നമുക്കറിയില്ല സ്വർഗം നരകം എന്നൊക്കെ പറഞ്ഞാൽ അതൊക്കെ പടച്ച റബ്ബിന്റെ മാത്രം പരിധിയിൽപ്പെടുന്ന കാര്യങ്ങളാണ്. അറിയിച്ച കാര്യങ്ങൾ മാത്രമേ നമുക്കറിയുള്ളൂ. നരകത്തിന് കൊണ്ടുവരപ്പെടും. അതിന് 70,000-ഓളം കടിഞ്ഞാണുകൾ ഉണ്ടാകും. ഓരോ കടിഞ്ഞാണിലും 70,000-ഓളം വരുന്ന മാലാഖമാർ ചേർന്ന് പിടിച്ചു വലിക്കുന്നതായ നരകത്തെ മുന്നിൽ കാണുമ്പോ മനുഷ്യനെല്ലാം ഓർമ്മ വരുന്ന സമയമാണ്. എല്ലാം ഓർമ്മ വരുന്ന സമയമാണ്. പരലോകത്തേക്ക് വേണ്ടി സമ്പാദിക്കാൻ മറന്നുപോയിക്കൊണ്ടിരിക്കുന്ന ഞാനും നിങ്ങളുമൊക്കെ ഓർക്കേണ്ട ഒരു ആയത്താണിത്. ആ സമയത്ത് നമ്മളങ്ങ് പറഞ്ഞു പോകും, എന്റെ ജീവിതത്തെ ഞാൻ ഉപയോഗപ്പെടുത്തിയിരുന്നെങ്കിൽ എത്ര നന്നായേനെ. എന്റെ ജീവിതത്തെ ഞാൻ ഉപയോഗപ്പെടുത്തിയിരുന്നെങ്കിൽ. എന്തൊക്കെയാണ് ആ നന്നാക്കൽ? അവർക്ക് ബോധ്യപ്പെട്ടിട്ടാണല്ലോ പറയണത്. നമുക്ക് ചില കാര്യങ്ങൾ, നീറ്റ് എക്സാം പല രൂപത്തിലുള്ള ക്രമക്കേടുകൾ അതിൽ നടക്കുന്നു. ഇനി അതുകൂടാ വേറെ ഏതെങ്കിലുമൊക്കെ എക്സാമിന്റെ നമ്മൾ ഡയറക്റ്റ് ബേസ് ചെയ്യുന്ന, നമുക്ക് ക്വസ്റ്റ്യൻ പേപ്പർ ഒന്നും കിട്ടിയിട്ടില്ല എന്ന് വിചാരിക്കാം. നമ്മൾ ആ എക്സാം അറ്റൻഡ് ചെയ്ത് കഴിയുമ്പോൾ നമ്മുടെ ഒരു പ്രതികരണം, ഞാനൊന്ന് പഠിച്ചിരുന്നെങ്കിൽ എത്ര നന്നായി, ഒന്ന് ശ്രമിച്ചിരുന്നെങ്കിൽ CS-നും CA-ക്കൊക്കെ വേണ്ടിയിട്ട്
അതിന്റെ ഇന്റർ കഴിഞ്ഞ് അതിന്റെ ഫൈനലിൽ അറ്റൻഡ് ചെയ്യുമ്പോ പ്രിയപ്പെട്ടവരെ നമ്മൾ പറഞ്ഞു പോകാൻ അത് നമുക്ക് ഇവിടുത്തെ ബേജാറുണ്ട്. എത്ര കാലായി 10-40 വയസ്സായ ആൾക്കാരൊക്കെ എഴുതുക, 25-ാമത്തെ വയസ്സോട്ട് എഴുതാൻ തുടങ്ങിയതാണ്. ഈ കൊല്ലെങ്കിലും ഒന്ന് പണിയൊക്കെ ഒഴിവാക്കിയിട്ട് നിന്നിരുന്നെങ്കിൽ മാസം ലക്ഷങ്ങൾ വാങ്ങാമായിരുന്നു. ഇതായതിന്റെ ഉള്ളിലുള്ളത്. എന്നാൽ ഒരു രക്ഷയുമില്ലാത്ത ലോകത്ത് ഇവിടുത്തെ ലക്ഷങ്ങൾക്ക് വേണ്ടി പലതും ഒഴിവാക്കിയ നമ്മൾ പറയാൻ പോണ വാക്കാണ് യാ ലൈതനി ഖദ്ദംതു ലിഹയാതി. എന്റെ ജീവിതത്തെ ഉപയോഗപ്പെടുത്തിയിരുന്നെങ്കിൽ, പള്ളിയിലെ ജമാഅത്തിന് ഞാൻ വന്നിരുന്നെങ്കിൽ, എന്റെ വിവാഹം, എന്റെ മക്കളുടെ വിവാഹം, അതൊക്കെ ഏതെങ്കിലുമൊക്കെ പുരോഗമനത്തിന്റെ പേര് പറഞ്ഞ് അങ്ങോട്ടും ഇങ്ങോട്ടും ആക്കുന്നതിന് പകരം നേരെ ചൊവ്വ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിച്ചതുപോലെ ആക്കിയിരുന്നെങ്കിൽ എത്ര നന്നായേനെ. സാധുക്കളുടെ വെൽഫെയർ പ്രവർത്തനങ്ങളിൽ ഏർപ്പെട്ടിരുന്നെങ്കിൽ എത്ര നന്നായേനെ. കുടുംബ ബന്ധങ്ങളും അയൽപക്ക ബന്ധങ്ങളും ജീവിതത്തിൽ അതൊക്കെ വളരെ മനോഹരമായി കൊണ്ടു നടന്നിരുന്നെങ്കിൽ എത്ര നന്നായേനെ. വ്യക്തി ജീവിതത്തിൽ ഹറാമുകളുടെ വഴിയിലൂടെ സഞ്ചരിക്കാതിരുന്നെങ്കിൽ എത്ര നന്നായേനെ എന്ന് പറഞ്ഞുകൊള്ളുവാൻ എല്ലാം അല്ലാഹുവിന് ഇഷ്ടപ്പെട്ട രൂപത്തിൽ ആക്കിയിരുന്നെങ്കിൽ അതാണ് പറഞ്ഞതിന്റെ അർത്ഥം. അങ്ങനെ ആക്കിയിരുന്നെങ്കിൽ, അങ്ങനെ ആക്കാത്തവരൊക്കെ ഇത് പറയുന്നതാണ്. ഞാൻ നിങ്ങളൊക്കെ പറഞ്ഞു പോകുമെന്നുള്ളത് ആലോചിക്കണത് പറയുമ്പോ, ഇത് കേൾക്കുമ്പോ ഖുർആനിൽ ഈ വിഷയം അത്ര ഗൗരവത്തിലാണ് പ്രിയപ്പെട്ടവരെ അല്ലാഹു സുബ്ഹാനഹു വ തആല അറിയിക്കുന്നത്. പക്ഷേ അവിടെ എത്തിയിട്ട് ഓർക്കാം എന്ന് കരുതി അവിടെ എത്തിയിട്ട് ആരും ഓർമ്മിപ്പിക്കേണ്ട ആവശ്യമില്ല. എങ്ങനെ ഓർമ്മ വന്നു? എങ്ങനെ ഓർമ്മ വന്നത്? അവൻ തന്നെ ആശ്ചര്യപ്പെടും. കാരണം ഇതെല്ലാം മനുഷ്യൻ ഇങ്ങനെ ഓർത്തെടുക്കാൻ പറ്റും. പറഞ്ഞതൊക്കെ ശരിയായിരുന്നു, വെള്ളിയാഴ്ച ഖുതുബയിൽ കേട്ടതൊക്കെ ശരിയായിരുന്നു, ഖുർആൻ തഫ്സീറുകളൊക്കെ ശരിയായിരുന്നു. ഇതൊക്കെ ബോധ്യപ്പെടുന്ന സമയം. ആ സമയം ബോധ്യപ്പെടൽ അവിടുന്ന് ആകരുത്, അത് വൈകി പോകും. ഇവിടുന്ന് ട്രെയിന് മിസ്സാകുന്ന കരുതിയോടുന്ന് തിരിച്ചു കിട്ടിയ പോലെ അവിടുന്ന് കിട്ടൂല. അത് മാത്രമല്ല, വിശുദ്ധ ഖുർആൻ ഒട്ടേറെ സ്ഥലങ്ങളിൽ ഈ യാ ലൈതനി എന്നുള്ള പ്രയോഗം നടത്തുന്നുണ്ട്. അതിലെ ചില ഭാഗങ്ങൾ മാത്രം നമ്മൾ ഒന്ന് ചർച്ച ചെയ്യും. സൂറ ഫുർഖാനിൽ 28-ാമത്തെ വചനത്തിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞു, യാ വൈലതാ ഇന്റെ നാശമേ, ലൈതനി എനിക്ക് എത്ര നന്നായിരുന്നേനെ, ലം അത്തഖിദ് ഫുലാനൻ ഖലീല, ഇന്നയാളെ ഞാൻ കൂടെ കൂട്ടിയിരുന്നില്ല എങ്കിൽ, എന്റെ കൂട്ടുകെട്ടിലേക്ക് ഞാൻ ഇന്നയാളെ കൊണ്ടുവന്നില്ലായിരുന്നുവെങ്കിൽ എത്ര നന്നായേനെ. എന്താ അവൻ ചെയ്തത്? അവൻ എന്റെ ഭൗതിക സുഖങ്ങൾക്ക് വേണ്ടി എന്നെ സഹായിച്ചിട്ടുണ്ട്. അവൻ പുരോഗമനം എന്ന ഓമന പേരിട്ട് എന്റെ പരലോക ചിന്തയെ മറപ്പിക്കുന്നതിനായി അധർമ്മങ്ങളിലേക്ക്, അസാൻമാർഗിക പ്രവണതകളിലേക്ക് എന്നെ കൊണ്ടുപോയവളാണ്. നമ്മുടെയൊക്കെ മക്കൾ ആലോചിക്കണം, നമ്മൾ ആലോചിക്കണം, നമ്മൾ ആരെയായിട്ട് കൂട്ടുകൂടുന്നു. അതുകൊണ്ടാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത്, അൽമറു അലാ ദീനി ഖലീലി, ഒരുവന്റെ കൂട്ടുകാരന്റെ നടപടിയിലായിരിക്കും. അതുകൊണ്ട് ആരെ കൂടെ കൂട്ടുന്നു എന്നത് കൃത്യമായി ഓർത്തുകൊള്ളട്ടെ. ആരെയാണ് കൂടെ കൂട്ടുന്നത്? ചന്ദനചാരിയാൽ ചന്ദനമാണ് നടക്കുക, അതല്ലെങ്കിൽ വേറെ ദുഷ്ടരാക്കുകളിലേക്കാണ് നമ്മൾ പോകുന്നത് എങ്കിൽ അതിന്റെ സ്വഭാവങ്ങൾ നമ്മുടെ കൂടെ ഉണ്ടാവും. നല്ല കൂട്ടുകാരൻ കസ്തൂരി വിൽപ്പനക്കാരനെ പോലെയാണ്, ഒരു അത്തർ വിൽപ്പനക്കാരനെ പോലെയാണ് എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. എന്താണ് അതിന്റെ അടുത്തൂടെ പോകുമ്പോൾ തന്നെ അവിടെ എന്തോ സംഗതി ഉണ്ട്, ഈ വിൽപ്പന അവിടെ നടക്കുന്നുണ്ടെന്ന് നമുക്ക് ബോധ്യപ്പെടും. പ്രിയപ്പെട്ടവരെ, നമ്മളെ സംബന്ധിച്ചിടത്തോളം നമ്മുടെ വീടകങ്ങളിൽ നമ്മൾ ചർച്ച ചെയ്യേണ്ട കാര്യം ഇതാണ്. മോനെ, ഇങ്ങനെ ഒരു സമയം വരാനുണ്ട്. ഈ സമയത്ത് നിന്റെ കൂട്ടുകാരൻ ഇന്നയാളാണോ? ആ കൂട്ടുകാരനെ, ആ പയ്യനെ എല്ലാ ബ്ലാക്ക് ലിസ്റ്റിലും കാണാറുണ്ട്. സ്കൂളിന്റെ മുമ്പിലെ നോട്ടീസ് ബോർഡിൽ പ്രത്യേകമായിട്ടുള്ള ലുക്കൗട്ട് നോട്ടീസ് ഒട്ടിച്ചിട്ടുള്ളതിൽ, അതേപോലെ തന്നെ പോലീസ് സ്റ്റേഷനുള്ളതിൽ എല്ലാത്തിലുള്ള പേരിന്റെ ആ കൂട്ടുകാരൻ തന്നെയാണല്ലോ നിന്റെ കൂട്ടുകാരൻ. വേണ്ട പോലെ, ഞങ്ങനൊന്നും വേണ്ട. സൈബർ ക്രൈമുകളൊക്കെ പിന്നെ റിപ്പോർട്ട് ചെയ്യപ്പെടുന്ന കാര്യങ്ങളിലൊക്കെ ഇടപെടുന്ന, അല്ലെങ്കിൽ അതിലൊക്കെ ഉള്ള ആളായിരിക്കും ഈ കൂട്ടുകാരൻ. നമ്മുടെ കൂട്ടുകാരെ പറ്റി നമുക്ക് ബോധം ഉണ്ടാവണം. നമ്മുടെ കൂട്ടുകാർ, നമ്മുടെ മക്കളുടെ കൂട്ടുകാർ ആരൊക്കെയാണെന്നുള്ള ബോധം നമുക്കുണ്ടാവണം. അവരുടെ രക്ഷിതാക്കളുമായിട്ടുള്ള ഒരു കമ്മ്യൂണിക്കേഷൻ നമുക്ക് പോകണം. അത് നമ്മൾ ചർച്ച ചെയ്തു പോയ വിഷയങ്ങളാണ്, ഞാൻ അതിലേക്ക് പോണില്ല.
ഇതൊന്നും സ്വീകരിക്കാതിരുന്നാൽ പ്രിയപ്പെട്ടവരെ, ദീനിന്റെ പശ്ചാത്തലത്തിൽ നിന്നുകൊണ്ട് നമ്മൾ ചിന്തിക്കുമ്പോ അവിടെ നമുക്ക് കാണാൻ പറ്റുന്ന ഒരു പ്രത്യേകമായ ഒരു ഉദ്ധരണിയാണ്, ഇന്നയാളെ ഞാൻ സ്വീകരിച്ചില്ലായിരുന്നുവെങ്കിൽ എത്ര നന്നായേനെ എന്ന് പടച്ചോനോട് പറയുന്ന സമയം വൈകിപ്പോയി. പരലോകത്തെത്തിയിട്ട് പറഞ്ഞിട്ട് യാതൊരു കാര്യമുണ്ടായില്ല. ഇവിടുന്ന് എനിക്ക് ചിന്തിക്കാൻ പറ്റും. If you want change, you must change. അത് ചേഞ്ച് ചെയ്യാൻ ആഗ്രഹമുണ്ടോ എങ്കിൽ ആ ചേഞ്ച് പറഞ്ഞു തരുന്ന പോരാ, ആ ചേഞ്ച് പ്രാവർത്തികമാക്കണം. അവിടെയാണ് നമ്മൾ വിശുദ്ധ ഖുർആനിനോടൊക്കെ കാണിക്കേണ്ട മര്യാദകൾ കാണിക്കുന്നതിന്റെ പ്രസക്തിയും പ്രാധാന്യമൊക്കെ നമ്മൾ അറിയണം. തീർന്നില്ല. സൂറ അഹ്സാബിലെ 66-ാമത്തെ വചനത്തിൽ കാണാൻ സാധിക്കും, യൗമ തുകല്ലബു വജൂഹുഹും, മുഖങ്ങൾ, അവരുടെ മുഖങ്ങൾ മറച്ചിടപ്പെടുന്നതായ ഒരു ദിവസം. പിന്നാർ, എവിടെ? നരകത്തിൽ മറച്ചിടപ്പെടുന്ന ദിവസം. എപ്പോഴും ആ മനുഷ്യന്മാർ പറഞ്ഞു പോകും, അല്ലാഹുവിനെ അനുസരിച്ചിരുന്നെങ്കിൽ, ഞങ്ങൾക്ക് എത്ര നന്നായിരുന്നു. അള്ളാഹുവിനെയും അള്ളാഹുവിന്റെ റസൂലിനെയും അനുസരിച്ചിരുന്നെങ്കിൽ എത്ര നന്നായി എന്ന് പറയപ്പോഴാ നരകത്തിലേക്ക് കൂപ്പുകുത്തുന്ന സമയത്ത്, അല്ലെങ്കിൽ നരകത്തിലേക്ക് വലിച്ചെറിയപ്പെടുന്ന സമയത്ത്. അപ്പൊ അവിടെ എത്തുമ്പോ ബോധ്യാവും, ദുനിയാവിലെ കച്ചവടത്തിൽ അള്ളാഹുവിന്റെ റസൂലിന്റെ ഉപദേശങ്ങൾ സ്വീകരിച്ചിരുന്നുവെങ്കിൽ, ആ കച്ചവടം നടക്കുന്നതിന്റെ ഇടയിലും ജമാഅത്തിൽ പള്ളിയിലേക്ക് വരാൻ പറ്റിയിരുന്നെങ്കിൽ, ആ കച്ചവടത്തെ തൽക്കാലം മാറ്റിവെച്ചിട്ട് പള്ളിയിലേക്ക് ജമാഅത്തിന് വെള്ളിയാഴ്ച ദിവസം പ്രത്യേകിച്ചും കൃത്യസമയത്ത് എത്തണമെന്ന് അള്ളാഹ് പറഞ്ഞത് അനുസരിച്ചിരുന്നെങ്കിൽ എത്ര നന്നായേനെന്ന് എപ്പോ പറയുന്നോ? കച്ചവടം നടത്തിക്കൊണ്ടിരിക്കുമ്പോ പറയില്ല. അപ്പൊ പറയണത് ആര് മാത്രം? ഇതൊക്കെ കേട്ടിട്ട് ഊർജം ഉൾക്കൊണ്ട ആൾക്കാർ മാത്രം. ഇനിയും നമ്മൾ റെഡിനെസ് കാണിക്കുന്നുണ്ടോ? ചോദ്യം. ഇനിയും നമ്മൾ റെഡിയാണോ? പ്രിയപ്പെട്ടവരെ, നമുക്ക് ബോധമുണ്ടാകണം. അവിഹിതമായ ബന്ധങ്ങൾ പാടില്ലായിരുന്നു എന്ന് ബോധ്യപ്പെടും. അള്ളാഹുവിനെയും റസൂലിനെയും അനുസരിച്ചിരുന്നെങ്കിൽ എത്ര നന്നായേനെ. നരകത്തിലേക്ക് ഇടുമ്പോ പറയുമോ? പക്ഷേ ആ പറച്ചിൽ വിലാപത്തിൻ്റെതായ നൈരന്തര്യത്തിലേക്കുള്ള പോക്കാണ്. വിലാപം എന്ന് പറഞ്ഞാൽ കുറച്ചു നേരം കഴിഞ്ഞിട്ട് ഇവിടുന്ന് പനി വന്നിട്ട് മാറുന്ന മാതിരിയല്ലത്. ഇത് തീരാ നഷ്ടത്തിലേക്കുള്ള പോക്കാണ്. ഒരു ഇൻഫൈനൈറ്റ് ആയിട്ടുള്ള പ്രത്യേകമായിട്ടുള്ള ഒരു വിലാപമാണ് അവിടെ നമുക്ക് കിട്ടാൻ പോകുന്നത്. അത് അറ്റമില്ല. നമ്മുടെ ആരാധനകളിൽ വീഴ്ച വരുത്താൻ പാടില്ലായിരുന്നു. അപ്പൊ എന്തായാലും ബോധ്യപ്പെടും കേട്ടോ. എനിക്കൊക്കെ ബോധ്യപ്പെടും. ഇപ്പൊ നമ്മൾ എന്ത് കാര്യം പറഞ്ഞിട്ട് എന്ത് വലിയ സംഗതി ആനമുട്ടാന്ന് പറഞ്ഞിട്ട് നമ്മൾ പോയാലും ശരി, പ്രിയപ്പെട്ടവരെ, ഇതൊന്നും അവിടെ എത്തുമ്പോ ഒന്നും അല്ല എന്നുള്ളത് നമുക്ക് ബോധ്യപ്പെടും. ഒരു സംശയം കാര്യത്തില്ല. പക്ഷെ എനിക്കും നോക്കൂ, ഇവിടുന്ന് ഇത് ആലോചിച്ചിട്ട് അവിടെ എത്തുമ്പോൾ പറഞ്ഞിട്ട് കാര്യമില്ലല്ലോ എന്ന് കരുതിയിട്ട് യെസ് ഞാൻ റെഡി ആവാൻ തീരുമാനിച്ചു. അവിടെ എനിക്ക് എന്റെ കുടുംബത്തിന് കിട്ടുന്ന വരുമാനം കുറച്ച് കുറഞ്ഞാൽ പ്രശ്നമില്ല. കാരണം എന്താ പറയുക, ഞാൻ എന്റെ കുടുംബത്തിന്റെ കൂടെ വരില്ല. ഓടി അകലും, സഹോദരൻ ഓടിയാകലും, ഇവിടുന്ന് തന്നെ ഓടിയാകല. നമ്മളെത്തൊന്നും നക്കാപ്പിച്ചെന്ന് നമുക്ക് വകുപ്പില്ലാന്ന് പറഞ്ഞാൽ എല്ലാവരും നമ്മളെ വിട്ടു പോവാണ്. അപ്പൊ ഏറ്റവും നല്ല എന്താ, അതൊക്കെ ആദ്യം തിരിച്ചറിഞ്ഞിട്ട് ഇതിന്റെ ഇടയിൽ ഞാൻ എപ്പോഴും പോകാം, എപ്പോഴും എന്റെ ഒരു നഷ്ടം ഇവിടെ ഉണ്ടാകാം. ആ നഷ്ടം വരുന്ന സമയത്ത് നമ്മുടെ പ്രിയപ്പെട്ട ആളുകള്, നമ്മൾ ഇപ്പോഴും ഓർത്തെടുത്തുകൊണ്ടിരിക്കുന്ന നമ്മുടെ വേണ്ടപ്പെട്ടവർ, ഉത്സാഹ സാഹിബ് ഉൾപ്പെടെയുള്ള ആൾക്കാരൊക്കെ മരണപ്പെട്ടതുപോലത്തെ ഒരു നല്ല അവസ്ഥയിലേക്ക് മരണപ്പെടാൻ കഴിയണമല്ലോ. ഈ വിലാപത്തിന് വേണ്ടിയിട്ടാകരുതല്ലോ ഞാൻ പോണത് എന്ന ബോധം എനിക്കും ഉണ്ടാവണം. നമ്മള് ദുനിയാവിൽ നിന്ന് തിരിച്ചറിയണം പ്രിയപ്പെട്ടവർ. ഇനി സൂറ ഫുർഖാനിലെ തന്നെ 27-ാമത്തെ ആയത്തിൽ പറയുന്നു, കൈകൾ കടിക്കുന്നതായ ഒരു ദിവസം വരാൻ. ആ ദിവസം യഖൂലു, മനുഷ്യൻ പറയും, യാ ലൈതനി ഇത്തഹത്തു മഅർ റസൂലി സബീല, അല്ലാഹുവിന്റെ റസൂലിനെ ഇത്തിബാ ചെയ്തിരുന്നെങ്കിൽ എത്ര നന്നായി. ഇത് ഒരു മുത്തശാബിയായിട്ട് വരുന്ന ആയത്തുകളാണ്. എവിടൊക്കെ വരുന്നു നമ്മൾ ആലോചിച്ചു, എന്തൊക്കെ കാര്യത്തിൽ വരുന്നു. അല്ലാഹ്, റസൂൽ, ഇതൊക്കെ അനുസരിക്കപ്പെടേണ്ടതാണ്. അഥവാ നമ്മൾ അള്ളാഹുവിനെയും റസൂലിനെയൊക്കെ അനുസരിച്ച് മുന്നോട്ട് പോകേണ്ടതാണെന്നുള്ള ബോധം നമ്മളിലേക്ക് തരുന്നത് നമ്മൾ മരിച്ചു പോകുന്നുള്ള ബോധം
നമ്മളിൽ ഉണ്ടായിട്ട് അത് ചെയ്യണം എന്നുള്ള അർത്ഥത്തിലാണ്. അതുകൊണ്ട് അതിന് പ്രത്യേകം നമ്മൾ പ്രാധാന്യം നൽകണം. സൂറത്തുൽ നബ നമുക്കൊക്കെ പരിചയമുള്ള ആയത്ത് അവസാനത്തെ ഭാഗത്ത് അല്ലാഹു സുബ്ഹാനഹു വ തആല പറയാൻ യൗമ യൻദുറുൽ മറു മാ ഖദ്ദമത് യദാ യൗമ യൻദുറുൽ മറു മാ ഖദ്ദമത് യദാ മനുഷ്യൻ അവൻ ചെയ്തത് മുഴുവൻ ഇങ്ങനെ നോക്കി കാണുന്നതായ ഒരു ദിവസം. മുമ്പ് ചെയ്തു കൂട്ടിയതിനൊക്കെ നോക്കി കാണുന്ന നിരീക്ഷിക്കുന്ന ആ ദിവസം ഉണ്ടല്ലോ. വയഖൂലുൽ കാഫിർ ആ സമയത്ത് കാഫിറായ സത്യത്തെ മൂടി വെച്ച് മറച്ചു വെച്ചെല്ലാം അറിഞ്ഞിട്ടും എന്റെ ബിസിനസിന്റെ എന്റെ ബാക്കിയുള്ള സൗകര്യങ്ങൾക്ക് വേണ്ടി മാത്രം പിന്നാലെ പോയിട്ടുള്ള ആളുകൾ ആ മനുഷ്യന്മാരെ കാഫിർ എന്ന് പറഞ്ഞത്. ആ മനുഷ്യന്മാരും കാഫിറിന്റെ കൂട്ടത്തിലാണ്. യഖൂലുൽ കാഫിർ അവർ പറയും യാ ലൈതനി കുന്തു തുറാബ മരിച്ചെന്നെ ഖബറിലേക്ക് വെച്ചിരുന്നു, ഈ കുഴിയൊക്കെ കുഴിച്ചിട്ട് എന്നെ അതിലേക്ക് ആക്കിയിരുന്നു, അവിടെ തന്നെ ആയിരുന്നെങ്കിൽ എത്ര നന്നായേനെ എന്ന് പറയുന്നു. ഇങ്ങനൊരു സാഹചര്യം ഞാൻ ഓർത്തിട്ടാണെന്നുണ്ടെങ്കിൽ എനിക്ക് സിമ്പിൾ ആയിട്ട് ഇതിനൊക്കെ പറഞ്ഞ പോലെയൊക്കെ ജീവിക്കാമായിരുന്നല്ലോ. അതായത് മറുവശം പ്രിയപ്പെട്ടവരെ നമ്മൾ ആലോചിക്കണം. സൂറ അൽ ഹാക്കയില് 25-ാമത്തെ ആയത്തിൽ പറയാണ് ഇടത് കൈയിൽ ഗ്രന്ഥം ലഭിക്കപ്പെടുന്ന ആൾക്കാരെ പറ്റി പറയുമ്പോ ഇടത് കൈയിൽ ഗ്രന്ഥം കിട്ടുമ്പോ ആ മനുഷ്യൻ പറഞ്ഞു പോകും എനിക്ക് എന്റെ ഈ പുസ്തകം, ഈ ഗ്രന്ഥം, ഈ ഏട് എനിക്ക് വല്ലാത്തൊരു പ്രയാസമായി പ്രഹരമായി തോന്നുന്നു. ഇത് കിട്ടാതിരുന്നെങ്കിൽ എത്ര നന്നായിരുന്നു. കുറെ കാര്യങ്ങൾ പറയുന്നുണ്ട്. എത്ര നന്നായിരുന്നു. ഈ ഗ്രന്ഥം ഉള്ളത് കൊണ്ടാണല്ലോ, ഇതിൽ കൃത്യമായി ഉണ്ടല്ലോ ബോധ്യപ്പെടാൻ. ഈ ദുനിയാവെന്ന് വിചാരിച്ചെന്താ ഇതൊക്കെ ഒരു കുറെ ആൾക്കാർക്ക് പറഞ്ഞെടുക്കാനും കുറെ ആളുകൾക്ക് ജീവിക്കാനുള്ള ഒരു മാർഗം എന്നതാണ് ഓരോരുത്തരും വിചാരിച്ചത്. ഇതൊന്നും അവിടെ നടക്കൂല. നമ്മളൊക്കെ അങ്ങനെ വിചാരിച്ചിട്ടുണ്ടെങ്കിൽ ഒക്കെ പാളിപ്പോകുന്നു, ഒക്കെ പാളിപ്പോകും. പിന്നെ നമുക്ക് യാതൊരു വിധത്തിലുള്ള ഒരു സ്വാധീനം അവിടെ ഇല്ല, ആരുമില്ല, വാപ്പല്ല, ഉമ്മല്ല, കുടുംബക്കാരില്ല, യാതൊരുവിധ ശക്തിയുമില്ല. എല്ലാം തരാനൊക്കെ പറയും, കിട്ടൂല. അപ്പൊ എന്താ ചെയ്യേണ്ടത്? എത്ര നന്നായേനെ എന്ന് പറയുന്ന കാറ്റഗറിയിൽ അത്തരം ആളുകളുടെ കൂട്ടത്തിൽ നമ്മൾ പെടരുത്. ഓക്കെ, ഞാനതൊക്കെ ചെയ്തിട്ടാണ്. വലതുകൈക്ക് ഗ്രന്ഥം കിട്ടുന്ന ആൾക്കാരെ സംബന്ധിച്ചിടത്തോളം അവർ പറയുന്ന സംഗതി എന്താണെന്ന് അറിയോ? എനിക്കറിയായിരുന്നു ഇങ്ങനൊരു വിചാരണ വരും, എനിക്കറിയായിരുന്നു. കുറെ ആൾക്കാർ എത്ര നന്നായിരുന്നേനെ എന്ന് പറയുന്നത് എനിക്കറിയായിരുന്നു. അതുകൊണ്ടാണ് ഞാൻ ചെയ്തത്. അതുകൊണ്ട് എന്താ ചെയ്യേണ്ടത്? റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത് ഉപയോഗപ്പെടുത്തണം. 5 ഉപയോഗപ്പെടുത്തണം. അഞ്ചെണ്ണം വരും, അതിന്റെ മുമ്പ് ഉപയോഗപ്പെടുത്തണം. വാർദ്ധക്യം വരും, നിന്റെ യുവത്വം അതിനു മുമ്പ് നിനക്ക് കിട്ടിയിരുന്നു, ഉപയോഗപ്പെടുത്തിക്കോ എന്നുള്ളതാണ്. നിനക്ക് രോഗം വരും, അതിനു മുമ്പ് നിനക്കൊരു ആരോഗ്യം ഉണ്ടായിരുന്നു. ആരോഗ്യമുള്ള സമയത്ത് ദീനി നിഷ്ഠയുമായി ബന്ധപ്പെട്ട് ദീനിന്റെ പ്രവർത്തന ബോധയിൽ നിനക്ക് സഞ്ചരിക്കാനുള്ള അവസരം ഉണ്ടായിരുന്നു. പ്രവർത്തിക്കണം എന്നുള്ളതാണ്. അതുപോലെ തന്നെ ഓരോ കാര്യങ്ങൾ പറയാം. നിന്റെ വലിയ ദാരിദ്ര്യാവസ്ഥക്ക് മുമ്പ് നിന്റെ ഒരു ഐശ്വര്യാവസ്ഥയുണ്ടല്ലോ, നിനക്ക് എന്താണെന്ന് വെച്ചാൽ അതിൽ നിന്ന് കൊടുത്തിട്ടും അതിൽ നിന്ന് സഹകരണങ്ങൾ നടത്തിയിട്ടും ക്ഷേമപ്രവർത്തനങ്ങളുമായി സഹകരിച്ചിട്ടൊക്കെ മുന്നോട്ട് പോകണം എന്നുള്ളതാണ്. നിനക്ക് ഏർപ്പാടുകൾ ഒരുപാടുണ്ടാകും. ആ ഏർപ്പാടിനിടയിൽ വരുന്ന നിന്റെ ഫറാഗിനെ ഒഴിവ് സമയത്ത് നീ ഉപയോഗപ്പെടുത്തണം. നിന്റെ ജീവിതമുണ്ടല്ലോ, മരണം വരുന്നതിന് മുമ്പേ നീ ഉപയോഗപ്പെടുത്തിക്കൊള്ളണം. അല്ലാഹു റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഓർമ്മപ്പെടുത്തി ഈ കാര്യങ്ങളൊക്കെ കൃത്യമായി പങ്ക്ച്വലായി നമുക്ക് അതിൽ ഇടപെടാൻ പറ്റിയാൽ പ്രിയപ്പെട്ടവരെ എത്ര നന്നായിരുന്നേനെ എന്ന പ്രയോഗത്തിൽ നിന്ന് അത് ശരിക്ക് പ്രാവർത്തികമാകുന്ന ആളുകളിൽ നിന്ന് നമുക്ക് ഒഴിവാകാം. അല്ലാഹു സുബ്ഹാനഹു വ തആല യഥാവിധി അല്ലാഹുവിന്റെ മാർഗം സ്വീകരിച്ച് റസൂലിന്റെ മാർഗത്തെ പിന്തുടർന്ന് ജീവിക്കുന്ന യഥാർത്ഥ മുത്തഖീനെ നമ്മളെവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാവട്ടെ. അൽഹംദുലില്ലാഹ് الذي هدانا للإسلام صلى الله على نبينا محمد وآله وصحبه أجمعين. ബഹുമാന്യരായ സഹോദരങ്ങളെ, സഹോദരിമാരെ, ഒരിക്കൽ കൂടി അല്ലാഹുവിനെ സൂക്ഷിച്ച് ഭക്തരായി തീരാൻ പരിശ്രമിക്കണമെന്ന് ഓർമ്മപ്പെടുത്തുകയാണ്, വസിയത്ത് ചെയ്യുകയാണ്. അതേപോലെ നമ്മൾ ഇസ്ലാമിലെ എല്ലാ ആരാധനകളും നിർവഹിക്കുമ്പോൾ അത്
റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നമുക്ക് പഠിപ്പിച്ചു തന്നതുപോലെ തന്നെയാണ് നിർവഹിക്കേണ്ടത്. നമ്മളെ സംബന്ധിച്ചിടത്തോളം അള്ളാഹു ഉണ്ട് എന്ന് ബോധ്യപ്പെട്ട് അള്ളാഹു സുബ്ഹാനഹു വ തആല ആണ് ആരാധനകൾ നിശ്ചയിച്ചത് എന്ന് കൃത്യമായി ഉൾക്കൊണ്ട് കഴിഞ്ഞാൽ പിന്നെ അതെങ്ങനെ ചെയ്യണം എന്നതിന് ഒറ്റ ആൻസറേ ഉള്ളൂ. അത് അള്ളാഹു സുബ്ഹാനഹു വ തആല അത് ചെയ്യിപ്പിക്കാൻ വേണ്ടി ആരെ പറഞ്ഞോ ആ വ്യക്തി ചെയ്തതുപോലെ ചെയ്യാം. അപ്പൊ അതിൽ ആരാധനകളായി നിശ്ചയിച്ച കൂട്ടത്തിൽ ഏറ്റവും ശ്രേഷ്ഠകരമായി പഠിപ്പിക്കപ്പെട്ട ആരാധനയാണ് നമസ്കാരം എന്ന് പറയുന്നത്. അപ്പൊ ആ നമസ്കാരവുമായി ബന്ധപ്പെട്ട് ആ നമസ്കാരത്തിലേക്ക് പ്രവേശിക്കാൻ ചില മാനദണ്ഡങ്ങളുണ്ട്, ചില ഷർത്തുകളുണ്ട്. അതിലെല്ലാ ആരാധനകൾക്കും വേണ്ടതായ പൊതുവായ ഷർത്തുകൾ, വകഭേദങ്ങൾ ഉണ്ടാവുക, ബുദ്ധി ഉണ്ടാവുക, അതേപോലെ തന്നെ മുസ്ലിം ആയിരിക്കുക എന്നൊക്കെ ഉള്ളതാണ്. അതൊക്കെ നമ്മളാണ് നമ്മൾ ഉറപ്പിക്കും. അങ്ങനെയുള്ള ഒരാളെ സംബന്ധിച്ചിടത്തോളം പിന്നെ നിസ്കാരത്തിലേക്ക് പ്രവേശിക്കാനുള്ള ക്വാളിറ്റി എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ശുദ്ധി ഉണ്ടാകുക എന്നുള്ളത്. ഇതിനൊക്കെ ഇളവുകളും ബാക്കി കാര്യങ്ങളൊക്കെ ഉണ്ട്. ഞാൻ ഇന്ന് ഇൻഷാ അല്ലാഹ് ഈ ഒരു സമയത്ത് ഓർമ്മപ്പെടുത്തുന്നത് വുദൂഉമായി ബന്ധപ്പെട്ട അതിന്റെ രൂപമാണ്, വുദൂഇന്റെ രൂപം. അതിലൊരു ഒരൊറ്റ ഹദീസ് മാത്രം ഓർമ്മപ്പെടുത്തിയിട്ട് അവസാനിപ്പിക്കുന്നു. ബാക്കി ഭാഗങ്ങൾ ഇൻഷാ അല്ലാഹ് അടുത്ത ഖുത്ബയിൽ നമുക്ക് സൂചിപ്പിക്കാം. ഓരോ ഭാഗങ്ങളും സവിസ്തരം വിശദീകരിക്കേണ്ട, നമുക്ക് ഒരുപക്ഷെ സംശയങ്ങളൊക്കെ ചിലതിലൊക്കെ ഉണ്ടാകാൻ സാധ്യത ഉള്ളതുമാണ്. നമ്മൾ കുറെ കാലമായി കേൾക്കാൻ തുടങ്ങിയിട്ട് ചെയ്യാൻ തുടങ്ങിയിട്ട് എന്നൊക്കെ പറഞ്ഞാലും ചിലതിലൊക്കെ ചില കൺഫ്യൂഷൻസ് ഉണ്ടാവും. അപ്പൊ അതൊക്കെ ഒഴിവാക്കിയിട്ട് റസൂൽ ചെയ്ത പോലെ തന്നെയാണ് സല്ലു കമാ റഅയ്തുമൂനി യുസല്ലി, ഞാൻ നിസ്കരിച്ച പോലെ നിങ്ങൾ നിസ്കരിക്കും. പൊതുവന്യ മനാസിക്കും നിങ്ങൾ ഇന്റർന്ന് കണ്ടതുപോലെ ഹജ്ജ് നിർവഹിക്കുന്നൊക്കെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത്. എല്ലാ ആരാധനയും അങ്ങനെ തന്നെയാണ്, റസൂൽ ചെയ്ത പോലെ നമ്മൾ ചെയ്യണം. ഓക്കെ. അപ്പോ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ വുദൂ നമുക്ക് ഉസ്മാൻ റളിയല്ലാഹു അൻഹു പഠിപ്പിച്ചില്ല. അൻ ഖുംറാൻ റളിയല്ലാഹു അൻഹു റിവായത്ത് ചെയ്ത ഹദീസാണ്. അന്ന ഉസ്മാൻ ദാബി വുദൂ, ഉസ്മാൻ റളിയല്ലാഹു അൻഹു വുദൂ ചെയ്യാനുള്ള വെള്ളം കൊണ്ടുവരാൻ ആവശ്യപ്പെട്ടു. വുദൂ എന്നുള്ള വാക്കിന്റെ അർത്ഥം ശരിക്ക് ഈ അംഗശുദ്ധി വരുത്താൻ ആവശ്യമായ വെള്ളം എന്നുള്ളതാണ്. ഫഗസല കഫൈഹി സലാസ മററാത്ത്, എന്നിട്ട് ഈ കഫ്, ഈ കൈപ്പടം 3 തവണ കഴുകി എന്നുള്ളതാണ്. ഈ കഴുകി എന്നുള്ളതും തടവി എന്നൊക്കെ പറയുമ്പോൾ പ്രത്യേകം നമ്മൾ ശ്രദ്ധിക്കണം. ഇസ്ലാമിൽ തടവൽ ആയിട്ട് ശരീരത്തിൽ പഠിപ്പിച്ച ഭാഗങ്ങളൊക്കെ ഏറെക്കുറെ ഒക്കെ ഒന്ന് എന്നുള്ള കൺസെപ്റ്റിലാണ്. അത് പൊതു തത്വമാണ്. പലപ്പോഴും നമ്മൾ ആ തത്വം അറിയാത്ത ആൾക്കാരാണ് മറ്റു പല വസ്വാസുകളൊക്കെ ഉണ്ടാകുന്നത്. അപ്പൊ ഫഗസല കഫൈഹി സലാസ മററാത്ത്, 3 തവണ എന്ത് ചെയ്തു, കൈപ്പടം കഴുകി. സുമ മധുമല വസ്തൻശക വസ്തൻസ, എന്നിട്ട് പിന്നെ വായു വെള്ളമാക്കി കൊപ്പിളിച്ചു. അതേപോലെ തന്നെ മൂക്കിൽ വെള്ളം കയറ്റി. ഇത് നോക്കുകാരൻ ആയിരിക്കുന്ന സമയത്തല്ലാത്ത സമയങ്ങളിലെല്ലാം ഈ മൂക്കിൽ വെള്ളം കയറ്റം ബാലിയൽ ഇസ്തിൻഷാഖ് എന്ന് പറയാം. ഇതിൽ മൂക്കിൽ ശരിക്കും പിന്നെ വെള്ളം കയറ്റണം. ഇല്ലാത്തപ്പുറ സ്വായ്മ, പിന്നെ നോമ്പുകാരൻ അല്ലാത്ത എല്ലാ സമയത്തും അങ്ങനെ ആയിരിക്കണം. അതൊക്കെ പല ഹദീസുകളെയും കണക്ട് ചെയ്തുകൊണ്ട് പഠിക്കേണ്ട വിഷയമാണ്. ഇതിൽ ഇപ്പൊ നമ്മൾ മൊത്തത്തിലുള്ള ഒരു ഭാഗമാണ് പറയുന്നത്. അപ്പോ പിന്നെ മൂക്കിൽ വെള്ളം കയറ്റിച്ചിട്ടില്ല. നമ്മൾ ചില ആൾക്കാർ ഒന്നു കൊടുക്കും ഈ പിന്നെ വായിൽ വെള്ളം കയറ്റിച്ചിരുന്നതും, പിന്നെ വായിൽ വെള്ളം കയറ്റുന്നതും, കൊപ്പിടിക്കുന്നതും, മൂക്കിൽ വെള്ളം കയറ്റിച്ചിരുന്നതും ഒക്കെ ഒരു കഥയാണ്. അപ്പൊ ഇത് എന്ത് ചെയ്യണം, ഇസ്ബഗിൽ വുദൂ ഞങ്ങൾ പൂർത്തിയാക്കണം. വുദൂനെ ശരിക്ക് റെഡിയാക്കണം. വുദൂ ശരിയാവാത്തത് നമസ്കാരത്തെ ബാധിക്കുന്ന ഒരു കാര്യമായിട്ട് നമ്മൾ കാണണം. നമുക്ക് അതിൽ ജാഗ്രത ഉണ്ടാകും. പിന്നെ പറഞ്ഞെന്താ അറിയോ, എന്നിട്ട് മുഖം ആയി വരുന്ന ഭാഗങ്ങളാണ് താടിയൊക്കെ മുഖത്തിൽപ്പെട്ടതാണ്. അപ്പോ അതിന്റെ ഇടയിലൊക്കെ പിന്നെ എന്താ പറയാ തിക്കകറ്റി വുദൂഇൽ താടിയൊക്കെ തിക്കകറ്റി കഴിക്കും എന്നുള്ളതാണ്. അപ്പോ പിന്നെ അതൊക്കെ വേറെ വേറെ ഭാഗങ്ങളായിട്ട് നമ്മൾ പഠിച്ചു പോകണം. 3 തവണ എന്ത് ചെയ്യുന്നു, പിന്നെ മുഖം കഴുകി എന്നുള്ളത്. അവിടെയൊക്കെ കഴുകി എന്നാണ് പ്രയോഗിച്ചത്. പിന്നെ പറഞ്ഞത് ആദ്യം വലത് കൈ ഇവിടുന്ന് ഇങ്ങോട്ടാണ് തുടങ്ങേണ്ടത്. ചില ആൾക്കാർ പൈപ്പിന്റെ അവിടെ നിന്ന് ഇങ്ങനെ ഇതാക്കി വെക്കും. ഇതൊക്കെ നമ്മൾ ശ്രദ്ധിക്കുക. ഇതൊക്കെ നിസ്സാരമായ കാര്യങ്ങളായിട്ട് നമ്മൾ കാണുന്നത്. ഇതിലൊക്കെ നമുക്കൊരു ഭക്തി ഉണ്ടാവും. കാരണം ഇതൊക്കെ നമ്മുടെ ഉള്ളിൽ നിന്ന് ഉള്ള ഒരു ആത്മാർത്ഥത കൊണ്ട് ശരിയാവേണ്ട കാര്യങ്ങളാണ്. ഉള്ളിൽ നിന്നുള്ള ആത്മാർത്ഥത കൊണ്ട് ശരിയാവേണ്ടത് എന്നാ പിന്നെ ബാക്കിയുള്ളൊന്നും ശരിയാവേണ്ട എന്നുള്ളതല്ല. റസൂൽ ചെയ്ത പോലെ തന്നെ ഞാനത് ചെയ്യണം. അതിന്റെ പിന്നെ പൂർണ്ണമായ ഹിക്മത്തും കാര്യങ്ങളും നമുക്ക് അറിഞ്ഞോളന്നില്ല. ചിലതിലൊക്കെ നമുക്ക് മനസ്സിലാവുകയും ചെയ്യും. പക്ഷെ അല്ലാഹുവിന്റെ റസൂൽ കൽപ്പിച്ചു, അത് എനിക്ക് മനസ്സിലായി, അത് സ്വഹീഹായിട്ടുള്ള ഹദീസുകളിൽ ഞാൻ പിന്നെ വിലയിരുത്തി, എങ്കിൽ ഞാൻ അത് ചെയ്തോളാം.
പിന്നെ എനിക്കതിന് എക്സ്ക്യൂസ് ഇല്ല. പിന്നെ അതിന്റെ ഇളവുകളുടെ റുഖ്സയുടെ കാര്യമൊക്കെ വരുമ്പോഴാണ് ഇൻഷാ അല്ലാഹ് നമുക്ക് പിന്നീട് സംസാരിക്കും. അപ്പോ ആദ്യം വലത് കൈ ഇലൽ മിർഫഖി, കൈയിന്റെ മുട്ട് വരെ എന്താകുന്നതാണ്, കൈയിന്റെ മുട്ട് വരെ നനയണം. അപ്പൊ അത് പൂർണ്ണമായും നനയാന്നുള്ളതിന് നമുക്ക് വുളുവിന്റെ ശ്രേഷ്ഠതകൾ പഠിപ്പിക്കുന്ന മറ്റു ഹദീസുകളിലേക്ക് നോക്കുമ്പോ ഇതിന്റെ ഈ വുളുവിന്റെ അവയവങ്ങൾ ഇങ്ങനെ വെള്ളതായിട്ട് പ്രകാശിക്കും എന്നതാണ് പരലോകത്ത്. ഇവിടുന്നല്ല, പരലോകത്ത് പ്രകാശിച്ചവരായ രൂപത്തിൽ നമ്മൾ കൊണ്ടുവരും. ആരെങ്കിലും ഈ വെള്ള ശരിക്ക് കാണണമെന്ന് ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ, അള്ളാഹുവിന്റെ മുമ്പിൽ പ്രകാശിച്ച് നിൽക്കുന്ന രൂപത്തിലായിട്ട് കാണണമെന്നുണ്ടെങ്കിൽ അവൻ അത് ശരിക്ക് ചെയ്യട്ടെ. ഇങ്ങനെ കയ്യും കയറ്റി തന്നെ പോയാൽ പോരാ, ഇതൊക്കെ വളരെ കൃത്യമായി നമ്മൾ ചെയ്യുക. ഇതിന്റെ ഒക്കെ ഇടയിൽ, വിരലുകൾക്കിടയിൽ അല്ലെ, പിന്നെ തിക്കകറ്റി കഴുകുക, ഇതൊക്കെ നമ്മൾ ആ പ്രൊസീജിയർ ഒക്കെ ശ്രദ്ധിക്കണം. സുമ്മൽ യുസ്റാം ഇസ്ലാമി, അതേപോലെ തന്നെ ഇടത്തേതും അങ്ങനെ ചെയ്യുന്നതാണ്. ഈ ഉസ്മാൻ റളിയല്ലാഹു അൻഹു പിന്നെ വുളൂവിന് വേണ്ടി കൊണ്ടുവരുന്ന റസൂലിന്റെ വുളൂ പോലെ എന്ന് പറഞ്ഞ് പഠിപ്പിച്ച ഈ റിപ്പോർട്ടിലുള്ളത് എന്താണ്? സുമ്മ മസഹ ബിറഅസിഹി മാത്രം. അവിടെ സലാസ് എവിടെയില്ല. അപ്പൊ ഇതിനെ ഈ ഹദീസിനെ ഇങ്ങനെ വെച്ചുകൊണ്ട് ബാക്കിയുള്ളവർക്കും ഇങ്ങനെ സലാസ് പറഞ്ഞല്ലോ, അപ്പൊ ഇതും അങ്ങനെ തന്നെ ആയിരിക്കും എന്ന് വിചാരിക്കുക എന്നുള്ളതല്ലാത്തൊരു ഓപ്ഷൻ അവിടെ ഇല്ല. മാത്രമല്ല അലി റളിയല്ലാഹു അൻഹു റിവായത്ത് ചെയ്യുന്ന മറ്റൊരു ഹദീസിൽ നമുക്ക് കാണാൻ സാധിക്കും, ഈ സിഫത്തി വുളൂഇ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ വുളൂഇന്റെ സിഫത്തിൽപ്പെട്ടതാണ് കാല മസഹ ബിറഅസിഹി വാഹിദ. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഒറ്റ തവണ തല തടവിയിരുന്നു. ഇതൊക്കെ മുന്നിൽ നിൽക്കുമ്പോഴും നമ്മൾ വേറെ വഴി തിരഞ്ഞെടുക്കുകയാണെന്നുണ്ടെങ്കിൽ അത് ദീനിന്റെ വഴി അല്ലാതെ മനസ്സിലാക്കാനുള്ളത് നിസ്സാരമായിട്ട് നമ്മുടെ വ്യക്തിയായിട്ട് കാണുന്നത്. എന്നിട്ട് വലത്തേക്കാൽ ആദ്യം കഴുകി ഇലൽ കഅബൈനി, നെരിയാണി വരെ. നമ്മൾ എന്താ ചെയ്യുക? അധികാൾക്കാർ രണ്ട് കാലും കൂടി കൂട്ടിവെക്കും, എന്നിട്ട് മൊത്തം വെള്ളം പോലും. ഈ പരിപാടിയൊക്കെ ഒഴിവാക്കണം. കാല് കഴുകേണ്ട ഒരു വിധമുണ്ട്. അത് ആദ്യം വലത്തേക്കാലാണ് കഴുകുന്നത്. സുമ്മൽ യുസ്റാ മിസ്ല ദാലിക്, സുമ്മൽ യുസ്റാ മിസ്ല ദാലിക്, രണ്ട് റിജ്ലൈൻ ഒരുമിച്ചല്ല പറഞ്ഞത്. സുമ്മ ഗസല റിജ്ലഹുൽ യുംന ഇലൽ കഅബൈനി സലാസ മറത്ത്. ആദ്യത്തെ 3 വട്ടം, പിന്നെ മറ്റേ 3 വട്ടം. ഇപ്പൊ ഇതൊക്കെ എവിടെയെങ്കിലും നമുക്ക് പാട്ട് വന്നിട്ടുണ്ടെങ്കിൽ അത് നമുക്ക് അറിവില്ലായ്മ കൊണ്ട് ഇതുവരെ സംഭവിച്ചാണ് എന്ന് മനസ്സിലാക്കിയിട്ട് ഈ കാര്യങ്ങളൊക്കെ ഇത് പറഞ്ഞിട്ട് എന്താ പിന്നെ മഹാനായ ഹുംറാൻ റളിയല്ലാഹു അൻഹു റിവായത്ത് ചെയ്യുന്ന ഹദീസിൽ അതേപോലെ സുമ്മത്താല പിന്നെ ഉസ്മാൻ റളിയല്ലാഹു അൻഹു പറഞ്ഞതാണ് സംഗതി. എന്താ പറയുന്നത്? റഅയ്തു റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തവല്ലഅ നഹ്വ വുളൂഇ ഹാദാ, ഞാൻ ഈ വുളൂ ചെയ്യുന്നത് പോലെ റസൂൽ വുളൂ ചെയ്ത് ഞാൻ കണ്ടിട്ടുണ്ട് എന്നാണ്. അപ്പൊ റസൂലിൽ നിന്ന് കണ്ടത്, റസൂലിൽ നിന്ന് കേട്ടത്, റസൂലിൽ നിന്ന് അനുവാദം നൽകിയതൊക്കെ സുന്നത്തല്ലേ? ആ നിലക്ക് നമ്മൾ ഇതിനെ മനസ്സിലാക്കുക. അല്ലാഹു സുബ്ഹാനഹു വ തആല കാര്യങ്ങൾ നാം ഇത് ചെയ്യാനുള്ള തൗഫീഖ് നമുക്ക് പ്രദാനം ചെയ്യുമാറാവട്ടെ. അതിനോട് നല്ല സമീപനങ്ങൾ സ്വീകരിക്കാനുള്ള താല്പര്യം നമ്മളിൽ ഉണ്ടാക്കി തീർക്കുമാറാവട്ടെ. പ്രിയപ്പെട്ടവരെ, നമ്മൾ ഇപ്പോഴും കുറെ ആൾക്കാർ, ഞാനിത് എപ്പോഴും പറയാൻ ആഗ്രഹിച്ചിട്ടൊന്നല്ല, ഇപ്പോഴും കുറെ ആളുകൾ വന്നത് എത്രയോ സമയം കഴിഞ്ഞിട്ടാണ്. അപ്പോ നമ്മൾ ആ കാര്യങ്ങളിലൊക്കെ ഒരു ജാഗ്രത നമുക്ക് വേണ്ടേ? ഇതൊക്കെ ഹയാത്തി എന്നൊക്കെ പറഞ്ഞ കൂട്ടത്തിലൊക്കെ പൊടുന്ന് ആലോചിച്ചാൽ മാത്രം മതി. ബാക്കിയുള്ളതൊക്കെ സ്വന്തം നമ്മളിങ്ങനെ ഓരോന്ന് ചെയ്യുമ്പോഴും ഈ ആലോചന നിലനിർത്തിക്കൊണ്ടുവരണം. വേറൊരാൾ ഇങ്ങനെ പറഞ്ഞു തന്നിട്ട് ചെയ്യാന്നുള്ളതൊക്കെ മാറണം. നമുക്ക് നല്ല ബുദ്ധിയും കാര്യങ്ങളും നല്ല വിവേകവും ഒക്കെ ഓരോ കാര്യത്തിലും ഉണ്ട്. എന്തുകൊണ്ട് ഈ കാര്യത്തിലില്ല? അതിനാ സീരിയസ്നെസ് കൊടുക്കാത്തോണ്ടില്ല. അതുകൊണ്ട് നമ്മള് എന്ത് നമുക്ക് കുറഞ്ഞാലും ശരി, എന്ത് നേട്ടങ്ങൾ കിട്ടുന്നപ്പോ ഭൗതികമായിട്ടുള്ളത് കുറഞ്ഞാലും ശരി, പടച്ചോന്റെ അടുത്ത് നമ്മൾ പാളീസായി പോകരുത്. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മളെ കാത്തുരക്ഷിക്കുമാറാവട്ടെ. പ്രിയമുള്ളവരെ, അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മളിൽ നിന്ന് വന്നു പോയിട്ടുള്ള ചെറുതും വലുതുമായ എല്ലാ തെറ്റുകുറ്റങ്ങളും വിട്ടുപുറത്ത് മാപ്പാക്കി തരുമാറാവട്ടെ. റഹ്മാനും റഹീമുമായ നാഥ, ഞങ്ങളുടെ കൂട്ടത്തിൽ നിന്ന് മരണപ്പെട്ടു പോയ ബന്ധുമിത്രാദികൾ, ഗുരുനാഥന്മാർ, ആദർശ ബന്ധുക്കൾ എല്ലാവർക്കും മഹഫറത്തും റഹ്മത്തും പ്രദാനം ചെയ്ത് അനുഗ്രഹിക്കണേ നാഥ. അല്ലാഹുവേ, ഞങ്ങളുടെ കൂട്ടത്തിൽ നിന്ന് വിഷമങ്ങൾ അനുഭവിക്കുന്ന ആളുകളുടെ വിഷമങ്ങൾ ദൂരീകരിച്ചു കൊടുക്കുക, അനുഗ്രഹിക്കണേ നാഥ. അല്ലാഹുവേ, നാളെ പരലോകത്ത് ഒരു ഭാഗത്ത് സ്വർഗത്തിലേക്കും മറുഭാഗത്ത് നരകത്തിലേക്കും ആനയിക്കുമ്പോൾ സ്വർഗത്തിലേക്ക് ആനയിക്കുന്ന മഹാഭാഗ്യവാന്മാരുടെ കൂട്ടത്തിൽ ഞങ്ങളെ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കണേ നാഥ. അല്ലാഹുവേ, രോഗം കൊണ്ട് കഷ്ടപ്പെടുന്ന ഞങ്ങളുടെ കൂട്ടത്തിലുള്ള ബന്ധുമിത്രാദികൾക്ക്, വേണ്ടപ്പെട്ടവർക്ക് റഹ്മാൻ റഹീമായ റബ്ബേ, എല്ലാ നിരക്കുമുള്ള ശമനവും നീ പ്രദാനം ചെയ്ത് അനുഗ്രഹിക്കണേ നാഥ. ഞങ്ങളുടെ ഭരണകൂടങ്ങളിൽ നിന്ന് ഞങ്ങൾക്ക് നല്ല നിർഭയത്വവും അതുപോലെ
അതുപോലെ തന്നെ ഞങ്ങളുടെ ക്ഷേമ പ്രവർത്തനങ്ങൾക്ക് അനുകൂലമായിട്ടുള്ള സമീപനങ്ങളും ഒക്കെ നാഥാ പ്രദാനം ചെയ്യുക റഹ്മാനെ. اللهم اغفر للمؤمنين والمؤمنات والمسلمين والمسلمات الاحياء منهم والاموات انك مجيب الدعوات يا قاضي الحاجات. اللهم اجرنا من النار، اللهم اجرنا من النار، اللهم اجرنا من النار. ربنا اصرف عنا عذاب جهنم ان عذابها كان غراما انها ساءت مستقرا مقاما. ربنا هب لنا من ازواجنا وذرياتنا قرة اعين واجعلنا للمتقين اماما. اللهم يا مقلب القلوب ثبت قلوبنا على دينك. اللهم يا مصرف القلوب صرف قلوبنا على طاعتك. اللهم اجعلنا من المتواضعين ولا تجعلنا من المتكبرين. ربنا اتنا في الدنيا حسنه وفي الاخره حسنه وقنا عذاب النار. ربنا تقبل منا انك انت السميع العليم وتب علينا انك انت التواب الرحيم واغفر لنا يا غافر المذنبين. امين برحمتك يا ارحم الراحمين. صلى الله على نبينا محمد وآله وصحبه.